ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. എന്നെപ്പോലെ വെണ്ടക്ക തോരൻ ഉപ്പേരിയൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. എന്തായാലും നിങ്ങൾ കഴിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഉണക്കൽ മീൻ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഉണക്ക അയിലയാണ്, നമുക്ക് ഏത് വേണേലും എടുക്കാം. അപ്പോൾ എനിക്കിവിടെ അയില കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് അഷറുവിൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ അവൻ തന്നെ കേട്ടോ എനിക്കെല്ലാം നന്നാക്കി തരുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഉണക്കൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇത് മാറിക്കിട്ടാനായിരിക്കും. പിന്നെ ഇതൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഈ ഒരു കറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുളിയും വെള്ളമായിരുന്നു. അപ്പോൾ ഇവിടെ പുളി ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നല്ല പെഴുത്ത തക്കാളി നോക്കിയിട്ട് അത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പുളി ഉണ്ടെങ്കിൽ അത് അത്രയും നല്ല കേട്ടോ. അപ്പോൾ എൻ്റെ മോള് ഒരു തക്കാളി പ്രാന്തിയാണ്. അപ്പോൾ അവളതിൻ്റെ ഇടയിൽ കൂടി വന്നേക്കണാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പെഴുത്തതാകുമ്പോൾ കുറച്ച് പുളി കിട്ടുമല്ലോ. പിന്നെ വെണ്ടക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉണക്കൽ. അപ്പം പുളിയും വെള്ളം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ തക്കാളി ഇടുക എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയുടെ ആവശ്യമില്ല, പുളിയും വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത്. അപ്പം ഞങ്ങൾ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, ഒരു ബ്രൗണിഷ് കളർ വരുന്നവരെ. അതിൻ്റെ ഇടയിൽ കൂടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് പിന്നെ അതിലേക്ക് വെണ്ടയ്ക്ക ഇടുക. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുക. എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ, ഒരു ഗുമ്മുണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ പൊടികൾ നമ്മുടെ നോർമൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, ഇത് മാത്രം മതി. എന്നിട്ട് നമ്മൾ പുളിയും വെള്ളം എടുക്കുന്നവരാണെങ്കിൽ പുളിയും വെള്ളം ഒഴിക്കുക. അല്ലാത്തവർ നേരത്തെ ഞാൻ തക്കാളി അരച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അത് ഒഴിക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിടേണ്ടത്, നമ്മുടെ ഉണക്കമീൻ. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഉണക്കലാണല്ലോ. അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് നമ്മുടെ ഒരാളുടെ പാകത്തിന് അനുസരിച്ചിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ല് വരുവേ. അപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക് ഏകദേശം വെന്തിട്ടുണ്ടാകും. അങ്ങനെ നല്ല സ്മെല്ലാട്ടോ. ഇനി അത് സ്മെല്ല് മണക്കുമ്പോൾ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുകയാണെങ്കിൽ തക്കാളിനും കാട്ടി എന്തുകൊണ്ടും നല്ലത് പുളിയും വെള്ളം തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചാൽ സെറ്റാവും. അതിപ്പോൾ നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടിയിട്ട് അങ്ങനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വെണ്ടക്ക വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഞാനിത് അഷറ് ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ കഴിക്കാൻ തുടങ്ങിയത്. അപ്പം